വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഫാമിലി മെമ്പറിനെ പരിചയപ്പെടാനുള്ള ഒരു സമയമാണ്. വരാൻ പോകുന്ന ടീമിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന്. വന്നു കഴിയുമ്പോൾ മീക്ക് മനസ്സിലാവും. എന്തായാലും ഒരു അടിപൊളി ഫാമിലിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ടീം പാട്ടുകൂട്ടം. സോ വെൽക്കം ടു സൂപ്പർ ഫാമിലി. എവിടെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായി പോകുന്നു. പ്രോഗ്രാം സിനിമയിൽ പാടിയോ? സിനിമയിൽ പാടി. അത് പറ. 2024 നമ്മളെ കാത്തൊരു കല്യാണം, പിന്നെ അതുപോലെ പന്തം എന്ന സിനിമയിലും പാടി. അതായത് നിങ്ങൾ രണ്ടുപേരും ഈ നാടൻ പാട്ടിൽ തന്നെയാണ് പാടിയത്, അതെയോ വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? അല്പം ഫോക്ക് ടച്ച് ആണെങ്കിലും അത് നാടൻ പാട്ടായിട്ടല്ല. പാറും പാടിയോ? ഡ്യുവറ്റ് ആണ് പാടുന്നത്. നിങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോവുള്ളൂ ഇവരല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒറ്റയ്ക്കായിട്ട് പോയിട്ടില്ല ഇതുവരെ. ഒറ്റയ്ക്കായിട്ട് പോയിട്ടില്ല അല്ലേ? ഒറ്റയ്ക്ക് അവസരം വന്നപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഓക്കെ. ഇനി നമുക്ക് എന്തായാലും പരിചയപ്പെടാം. അവിടെ നിന്ന് തുടങ്ങാം. ചേച്ചി പേര് പറയൂ. രമ്യ. എന്ത് ചെയ്യുന്നു? എവിടെയാണ് വീട്? ഹൗസ് വൈഫ് ആണ്. കൊല്ലം. ഇവരുടെ കൂടെ നാടൻ പാട്ടിന്റെ സജീവമായിട്ടുള്ള ഒരു കലാകാരിയാണോ? അതെ. ഇനി ചേട്ടൻ? എന്റെ പേര് ദീപു. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്താണ്. ഓ, പിന്നെ വന്നിട്ടുണ്ട്. അതെ, അടിപൊളി സ്ഥലമാണ്. അപ്പം സൈചേട്ടന്റെ അളിയനും കൂടിയാണേ ദീപു ചേട്ടൻ. ഓക്കേ. അതെ. ഇനി പാറുവിന്റെ വേറെ എന്ത് വിശേഷമാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളത്? ഇത് തന്നെ, സിനിമയിലൊക്കെ പാടാൻ പറ്റി. അതും രണ്ടുപേർക്കും ഇപ്പൊ പറഞ്ഞതല്ല, രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടുന്നതല്ലല്ലോ. ഒരാൾക്ക് മാത്രം വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതല്ലേ. അപ്പം രണ്ടുപേർക്കും പാടാൻ പറ്റി. സിനിമ റിലീസായി. എല്ലാം പോകുന്നു. ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നു? സന്തോഷം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങൾ 6 വർഷമായി. 6 വർഷമായി. ഓർമ്മിപ്പിക്കുന്നത് ചുമ്മാ ഒരു രസം, ഒരു മനസുഖം. 6 വർഷമായി. 6 വർഷമല്ലേ ആയോളൂ, ഇനിയും കിടക്കില്ലേ വർഷങ്ങള്? തീർച്ചയായും അത് ഓർക്കുമ്പോഴാണ്. മീയുടെ എത്ര വർഷമായി? 3 കഴിഞ്ഞു. 3.5 അപ്പൊ അടുത്ത് എത്തുന്നു. അനുഭവിക്കുക, എനിക്ക് പറയാൻ പറ്റും. ഈ 6 വർഷത്തിനിടയിൽ, അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ച ഒരു മൊമെന്റ് ചോദിച്ചാൽ പെട്ടെന്ന് പാറുവിന് ഏതായിരിക്കും പറയാൻ വരുന്നത്? എന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഞാൻ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതായിരിക്കും. എന്നെ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രോഗ്രാം സൈറ്റിലൊക്കെ ആയാലും. എന്ത് മണ്ടത്തരം സംഭവിക്കുന്നത്? മണ്ടത്തരം എന്ന് വെച്ചാൽ എന്താ? അത് ഒരു ഇൻസിഡന്റ് പറയൂ. അതായത് ഏതെങ്കിലും സ്റ്റേജിൽ പോയിട്ട്? എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റേജിലല്ല, ഞങ്ങൾ രണ്ടും കൂടെ ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ പോയപ്പം ഇവിടെ ശവം കിടക്കുന്നത് ഞങ്ങൾ കണ്ട, അമ്മേനെ ബോഡി കണ്ട് ഞങ്ങളൊരു ബന്ധുവാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരാനായിട്ട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ ബന്ധുക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ വാടി നമുക്ക് പോവാന്ന് പറഞ്ഞു. നിൽക്കി ചേട്ടാ, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്ക് ദോശ കഴിച്ചിട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞത് ദോശ? ഈ മരണ വീട്ടിൽ ഇവിടെ ദോശ കണ്ടില്ലേ? ഇത്രയും ജനങ്ങളിരിക്കുന്ന ഇത്രയും ജനങ്ങൾക്ക് ദോശ കിട്ടാൻ വേണ്ടി അവർ ദോശക്കല്ലും കൊണ്ട് പോകണമെന്ന്. ഞാൻ നോക്കിയപ്പോൾ ദോശക്കല്ലും കൊണ്ട് ഈ മരണ വീട്ടിൽ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ ചെന്ന് നോക്കിയപ്പോഴും ഇല്ല, ചുടുന്ന ചൂളുണ്ടല്ലോ. ആ ചുടുന്ന ചൂള ഇയാള് കത്തിക്ക്. അത് ഞാൻ പറയാൻ കാര്യം, അന്ന് അവിടെ തോനെ ആളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ദഹിപ്പിക്കുന്നത് കാണുന്നത്. നമ്മൾ സിനിമയിൽ കണ്ടാലും വിറക് ഒത്തിരി അടുക്കി വെച്ച് അതിന് മുകളിൽ ബോഡി ഇട്ട് അങ്ങനെയല്ലേ കത്തിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഒരുപാട് വിറക് അവിടെ കിടക്കുന്നു. 150 പേർക്ക് ഒരുമിച്ച് അടുപ്പിച്ച് ദോശ ദോശക്കല്ല് പോലെ വലിയ കൊണ്ടുവന്ന് ഞാൻ ചേച്ചി അതായിരിക്കും ദോശ കഴിച്ചിട്ട് ഞാൻ ദഹിപ്പിക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇതെല്ലാരുടെ അടുത്തും പറഞ്ഞ ഇങ്ങനെ നാറ്റിച്ചോണ്ട്. ഞാൻ പറഞ്ഞു ദോശ ചൂടുന്ന കാണാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ബോഡി എടുത്തോണ്ട് കറക്റ്റ് ഇവിടെ കൊണ്ടുവച്ചപ്പോ ഇദ്ദേഹത്തിന് പിന്നെ ദോശയും വേണ്ട. അന്നത്തെ ദിവസം ആഹാരം കഴിച്ചില്ല ഇദ്ദേഹം. അതവരിങ്ങനെ കുത്തി ഇളക്കാൻ വേണ്ടി ഒരു ചട്ടുകം പോലത്തെ. അപ്പൊ ഞാൻ കരുതി ആ ദോശ. ഞാൻ തെറ്റ് പറഞ്ഞു. തെറ്റില്ല. ആർക്കായാലും ഒരു അബദ്ധം പറ്റും. ഇത്ര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് മണ്ടത്തരം. ഇപ്പൊ വീട്ടുകാരോടും കൂട്ടുകാരോടും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കേരളക്കാരൻ മുഴുവനും അറിയിച്ചിട്ടുണ്ട്. അതെ, ഭർത്താവിനോട് ഒരു താങ്ക് യു പറഞ്ഞോളൂ. താങ്ക് യു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അതെ. അപ്പൊ ഇതുപോലത്തെ മണ്ടത്തരങ്ങളും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങൾ സിനിമയിൽ പാടിയ പാട്ടില്ലേ, അതൊന്ന് രണ്ടുപേരി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് പാടാൻ പറ്റുമോ? പാടാം, പിന്നെന്താ. ചന്ദനവെയിലിൽ നീരാടും തങ്കനോപുരം നീയല്ലേ, കാഞ്ചനവനിയിൽ നീ എന്നും കുങ്കുമവരതൻ താരുണ്യം, നിന്റെ മിഴികളിൽ പിടിപിടിക്കണ ചന്തം കണ്ടില്ലേ, നിന്റെ കരളിലോ മിടിമിടിക്കണ താളം കേട്ടില്ലേ,
ചിങ്ങം പുലർന്നാൽ നല്ല മുല്ലപ്പൂ ചൂടാം, വാടി പൊന്മൈനെ തട്ടു പന്തലൊരുക്കിടാൻ, വാനം പറഞ്ഞാൽ നിന്റെ കൂട്ടിൽ ചേക്കേറാം, നാണം കുണുങ്ങാൻ അനുവാദം തന്നിലേ. ചന്ദനവെയിലിൽ നീരാടും തങ്കനോപുരം നീയല്ലേ, കാഞ്ചനവനിയിൽ നീ എന്നും കുങ്കുമവരതൻ താരുണ്യം. ആഹാ കലക്കി. മിയ ഇവരുടെ ഒരു ഇത് ശ്രദ്ധിച്ചു, അതായത് ഇവർ രണ്ടുപേരും പാടുമ്പോ ഇവരുടെ വോയിസ് ഒക്കെ തമ്മിൽ ഒരു സാമ്യം, അതായത് ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ ഇവർ സ്റ്റേജിൽ പാടിയാലും ഒക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും വോയിസ് തമ്മിൽ അങ്ങനെ ഒരു ചേർച്ച ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഇവളെ ഭാര്യയായിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു പാട്ട് ജീവിതം എങ്ങനെ ആയിരുന്നിരിക്കും എന്നൊക്കെ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാടൻ പാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഡൽഹിയിലൊരു പരിപാടിക്ക് വേണ്ടിയാണ് പോകും. അതും ഇതുപോലാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ആദ്യം കാണും. ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ഒരു പാട്ടുണ്ട്, നിറമോലും പീലി എന്ന് പറയുന്ന കൃഷ്ണൻ്റെ ഒരു കീർത്തനമാണ്. അപ്പോൾ ഇദ്ദേഹം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല പിന്നെ ഇളിക്ക് താഴെ മുടിയൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ പട്ടുപാട ഉടുപ്പൊക്കെ ഇട്ട് ഇതൊക്കെ പാടുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ആ നല്ല കീർത്തനം പാടിയൊരു കൊച്ചു. അപ്പൊ ഞാൻ അന്നേരം തകില് വായിക്കുന്ന നമ്മുടെ കൂട്ടനടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചെലഴക്, പിലിയുണ്ട് മാലയുണ്ട് പുഞ്ചിരിയോ. ഇത് ഞാൻ പാടുന്നതിനെ കാട്ടി ഏറ്റവും കൂടുതൽ അവിടെ പാടും, ഞാൻ പാടി നശിപ്പിക്കണ്ട. എന്നാൽ അത് കേട്ടപ്പം ഈ കൃഷ്ണന് ഒരു ആരാധന തോന്നി. പക്ഷെ അതിനേക്കാളും രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ പെമ്പിള്ളേരുണ്ട്. ആദ്യം സാറ് നോക്കിയത് തന്നെ അല്ല നോക്കിയത്, അവിടെ പോയി പാടി കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ പാട്ടാണ് ഒരു മെയിൻ ഹൈലൈറ്റ്, ഇങ്ങോട്ടുള്ള ഒരു അട്രാക്ഷൻ, പാറൂലേക്കുള്ള ഒരു അട്രാക്ഷൻ വന്നത് പാട്ടിലാണ്. പോയ സമയത്ത് വേറെ പെൺകുട്ടികളൊക്കെ വായി നോക്കി, അതൊന്നും നടന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഈ ആളിനെ തിരക്കി, ഓ അറിയാൻ പോയ ആളിനെ. ഇത് വിഗായിരുന്നു, മുടി വിഗായിരുന്നു. മേക്കപ്പ് ഒക്കെ അഴിച്ചപ്പോ ആളിനെ തിരിച്ച് മനസ്സിലായില്ല, ഇത് ഏതാണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് രണ്ടാമത്തെ വാ കൊണ്ട് കേട്ടപ്പോഴാ മനസ്സിലായി ഇന്ന ആളാണെന്ന്. ഇവരുടെ പ്രണയ വിവാഹം ആയിരുന്നു അല്ലേ? അതെ, പ്രണയ വിവാഹോ? സ്റ്റേഷനിൽ ഇവക്ക് 18 വയസ്സാവുന്നത് നവംബർ 7-നാണ്. ഞാൻ വിളിച്ചോണ്ട് പോയത് നവംബർ 6-നാണ്. വിളിച്ചോണ്ട് പോയി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഇവക്ക് എത്ര വയസ്സുണ്ട്? 18 വയസ്സായി. അപ്പോൾ അവർ വീട്ടുകാരെല്ലാം കൂടെ കേസ് എടുത്ത് 6-ാം തീയതി കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ സിനിമ സ്റ്റൈൽ പോലെ ഞങ്ങളെ കറ്റിക്കൊണ്ടുപോയി. ഭയങ്കര സങ്കടവും ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലും. രണ്ടാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ പിന്നെയും പോയി വിളിച്ചോണ്ട് വന്നു. പിന്നെ തിരിച്ചു പോയില്ല. അപ്പൊ എന്തായാലും അടിപൊളി ഒരു ഫാമിലിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസുകൾ ഇനി കാണാനുള്ള സമയമാണ്. ഒട്ടും നമുക്ക് സമയം കളയണ്ട, കുറെ കാര്യങ്ങൾ വിശേഷങ്ങൾ ചോദിക്കേണ്ട. അപ്പൊ നിങ്ങൾ സീറ്റിലേക്ക് പോയിക്കോളൂ. താങ്ക് യു സോ മച്ച്. വെൽക്കം ടീം പാട്ടുകൂട്ടം.